നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ആയിരങ്ങൾക്ക് ആശ്വാസമേകി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തൊടുപുഴയിൽ നടന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും LDFന്റെയും പ്രതിഷേധത്തിനിടയിലാണ് ജനസമ്പർക്ക പരിപാടി നടന്നത്. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ നടപടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. കർഷകരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി. കൈവശ ഭൂമിക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്നും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കർഷക വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് LDF പ്രവർത്തകർ മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി MM മണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറൈൻ ഓഫ് ഹോളി മേരിയിൽ നടന്നുവന്ന അമലോത്ഭവ തിരുനാൾ സമാപിച്ചു. തിരുനാൾ സമാപനം കുറിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ജപമാല പ്രദർശനവും നടന്നു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കനത്ത കാവലിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ജനസമ്പർക്ക പരിപാടി നടന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 28-ന് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ നടപടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിൽ വന്ന് ഈ പരിപാടി നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇടുക്കി ജില്ലയിലെ പട്ടയവും, രണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള ആശങ്കയും. പുതുക്കിയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പട്ടയ വിതരണം ഡിസംബർ 28 ആരംഭിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയും ഭയപ്പാടും ഉളവാക്കിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. ഗവൺമെന്റ് അത് സംബന്ധിച്ചൊരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി സമർപ്പിക്കുവാനെത്തിയവരുടെ സങ്കടക്കടലായി. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലും തിങ്കളാഴ്ച രാവിലെ മുതൽ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ദുരിതങ്ങളുടെ ഭാരമിറക്കുവാൻ ആളുകളുടെ പ്രവാഹമായിരുന്നു. പലർക്കും ഇത്രയും വലിയ ജനസഞ്ചയത്തെ ഒന്ന് നോക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാതെ പാടുപെടുന്നവരുടെ നൊമ്പരം പൊതുജനസമ്പർക്ക പരിപാടിയിലെ നീറുന്ന കാഴ്ചകളായി. ആംബുലൻസിൽ ഒരു ആശുപത്രിയിൽ പോകുന്നതിന് തുല്യം ഇവർ മുഖ്യമന്ത്രിയെ കാത്തുകിടന്നു. പലരും ഇടുക്കിയുടെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നുമാണ് എത്തിയത്. പല കുടുംബങ്ങളും ഇവരെ ചികിത്സിച്ച് കടക്കാരായി മാറിയവരാണ്. ജീവിതത്തിലേക്ക് തിരികെയില്ല എന്ന് വൈദ്യശാസ്ത്രം ആവർത്തിച്ച് പറയുമ്പോഴും ഒരു തരി പ്രതീക്ഷ ബാക്കി വെച്ചാണ് കഷ്ടപ്പാടുകൾ സഹിച്ചും ജനസമ്പർക്ക പരിപാടിക്കായി രാവിലെ 7 മണിയോടെ തന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങി. 8 മണിയോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വേദിയിലെത്തി. മന്ത്രി PJ ജോസഫ്, PT തോമസ് MP, റോഷി അഗസ്റ്റിൻ MLA, സിൽക്ക് ചെയർമാൻ TM സലീം, CP മാത്യു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, കളക്ടർ അജിത് പാട്ടീൽ, ADM സന്തോഷ്, സബ് കളക്ടർ മുഹമ്മദ് വൈഫ് സഫറുള്ള, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, പ്രൊഫസർ MJ ജേക്കബ്, മുൻ MLA AK മണി എന്നിവരും മറ്റു ജനപ്രതിനിധികളും അദ്ദേഹത്തെ വേദിയിലേക്ക്. ജനസമ്പർക്ക പരിപാടി നടക്കുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കൈവശ ഭൂമിക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്നും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കർഷക വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സമാധാനപരമായി നടന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പ്രവർത്തകർ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ സമ്മേളിച്ച് ജനസമ്പർക്ക പരിപാടിയുടെ വേദിയായ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. സോളാർ കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനസമ്പർക്ക പരിപാടി നടന്ന ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് LDF നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിന് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ചാണ് മാർച്ച് തടഞ്ഞത്. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM മണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. LDF ജില്ലാ കൺവീനർ CK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ,
ES ബിജിമോൾ MLA, S രാജേന്ദ്രൻ MLA, CV വർഗീസ്, K സലീംകുമാർ, PP ജോയ്, മാത്യു വർഗീസ്, VV മത്തായി, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തികച്ചും സമാധാനപരമായ പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ശരീരമാസകലം തളർന്ന അനവിലാസം പായിപ്പാട് ബിബിൻ ലാലിന് 1 ലക്ഷം രൂപയും വെല്ലൂർ മെഡിക്കൽ കോളേജിലെ തുടർ ചികിത്സയും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച തൊടുപുഴയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിലാണ് മുഖ്യമന്ത്രി ബിബിൻ ലാലിന് സഹായം നൽകിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബിബിൻ ലാലിനെ വീട്ടിലെ വളർത്തുനായ കടിച്ചത്. ഇതിനെ തുടർന്ന് ചെറുകുളം സർക്കാർ ആശുപത്രിയിൽ കുത്തിവയ്പ് നടത്തി. പിന്നീട് ബിബിൻ ലാലിന്റെ ശരീരം തളർന്നു പോകുകയായിരുന്നു. ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് വരുന്നതിനെ തുടർന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതായി പരാതി. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും മങ്ങാട്ടുകുല ബൈപ്പാസ് റോഡിൽ നിന്നും വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും വിമല സ്കൂളിന് സമീപം പോലീസ് പ്രകടനക്കാരെ കാത്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇതുമൂലം ഇവിടെ വന്ന വാഹനങ്ങൾ തിരികെ പോകേണ്ട സ്ഥിതിയുണ്ടായി. ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടാതിരുന്നാൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. ഇതേക്കുറിച്ച് വാഹന ഡ്രൈവർമാർ പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞപ്പോൾ അടിയന്തര ചികിത്സ ലഭ്യമാക്കുവാൻ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ താൽക്കാലികമായി പ്രവർത്തനം തുടങ്ങിയ മിനി ഹോസ്പിറ്റൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. ഇടുക്കി DMO അലോഷ്യസിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നത്. 20 ബെഡോളമുള്ള ക്ലിനിക്കിൽ ഉച്ചയായപ്പോൾ തന്നെ എല്ലാ ബെഡുകളും നിറഞ്ഞിരുന്നു. ക്ലിനിക്കിൽ 18ഓളം ഡോക്ടർമാരും 135 ഫീൽഡ് സ്റ്റാഫും 35ഓളം ആശാപ്രവർത്തകരും രോഗികൾക്ക് സാന്ത്വനവുമായി മുൻപന്തിയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് സൗജന്യമായി ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്ത് കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റി. കഴിഞ്ഞ തവണ വാഴത്തോപ്പിൽ വെച്ച് നടന്ന ജനസമ്പർക്ക പരിപാടിയിലും അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പാനീയങ്ങൾ വിതരണം ചെയ്തിരുന്നു. ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് ഇക്കുറി തൊടുപുഴയിലും ഇതിന് പ്രേരിപ്പിച്ചതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ഭക്ഷണമൊരുക്കിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സേവനം ശ്രദ്ധേയമായി. ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര നിർവഹിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഡൽഹി സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വൻ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു കൈമൾ, നിയോജകമണ്ഡലം പ്രസിഡന്റ് KS അജി, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് അറക്കൽ, യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ, KP രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് തപസ്യ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ നടത്തിയ വന്ദേ വിവേകാനന്ദം പരിപാടിയിൽ സ്വാമി വിവേകാനന്ദനും യുവാക്കളും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ജന്മഭൂമി ചീഫ് സബ് എഡിറ്റർ മുരളി പാറപ്പുറം പ്രഭാഷണം നടത്തി. അമേരിക്കയിലെ ഔദ്യോഗിക പ്രതിനിധിയായിരുന്നില്ല, ഇന്ത്യയിൽ നിന്ന് പോയ അടക്കമുള്ള മതപ്രതിനിധികളെ പോലെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രതിനിധിയായിരുന്നില്ല. പക്ഷെ എങ്കിലും സ്വാമിജിക്ക് ഈ മതമഹാസമ്മേളനത്തിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നയാള് ഈ ഓരോ പ്രാസംഗികനും പ്രസംഗം പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്വാമിജിയുടെ പേര് വിളിക്കും. അപ്പോഴൊക്കെ സ്വാമിജി അടുത്തതാവാം എന്ന് പറയുകയായിരുന്നു. കാരണം അത് സമയമായിരുന്നില്ല. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറൈൻ ഓഫ് ഹോളി മേരിയിൽ ഞായറാഴ്ച ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണാടൻ ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ധാരാളം ദൈവീക കാരുണ്യം
നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ദേശത്തിനും നമ്മുടെ സമൂഹങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക, ആശംസിക്കുക. ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഈ തീർത്ഥയാത്രത്തിൽ നിങ്ങളോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് ദൈവത്തിൻ്റെ കാരുണ്യം തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറൈൻ ഓഫ് ഹോളി മേരിയിൽ നടന്നു വന്ന തിരുനാൾ സമാപിച്ചു. തിരുനാളോടനുബന്ധിച്ച് ജപമാല പ്രദർശനം നടന്നു. ടൗൺ ചുറ്റി നടന്ന പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മേ ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ വൻ ശേഖരമൊരുക്കി തൊടുപുഴ RSC ഇലക്ട്രോണിക്സ് ശ്രദ്ധേയമാകും. ക്രിസ്മസിനെ വരവേൽക്കുവാൻ LED ലൈറ്റുകളുടെ വിപുലമായ ശ്രേണിയാണ് RSC ഒരുക്കിയിരിക്കുന്നത്. ലേസർ ലൈറ്റുകൾ, മ്യൂസിക് LED ലൈറ്റുകൾ, LED സ്റ്റാറുകൾ എന്നിവ ഇത്തവണത്തെ ക്രിസ്മസിന്റെ പ്രത്യേകതകളാണ്. കൂടാതെ LED ബൾബുകൾ, LED ട്യൂബുകൾ, LED പാനലുകൾ എന്നിവയുടെ ഒരു നീണ്ട നിര തന്നെ ഒരുക്കിയിട്ടുണ്ട്. ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടുവാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, തടഞ്ഞുവെച്ച സർക്കാർ ഗ്രാന്റ് ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രന്ഥശാല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് ഡിസംബർ 14 തൊടുപുഴയിൽ സ്വീകരണം നൽകും. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ വൈകിട്ട് 4 സ്വീകരണ സമ്മേളനം. സ്വീകരണ സമ്മേളനത്തിൽ താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ചരമവാർത്ത. കഴിഞ്ഞ ദിവസം നിര്യാതനായ റിട്ടയർഡ് അധ്യാപകൻ തലയനാട് പഴയടത്ത് PK കുര്യന്റെ സംസ്കാരം നടത്തി. 72 വയസ്സായിരുന്നു. തലയനാട് ലൂർദ് മാതാ പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ മന്ത്രി PJ ജോസഫ്, മുൻ MP ഫ്രാൻസിസ് ജോർജ്, മുൻമന്ത്രി TU കുരുവിള തുടങ്ങി സമൂഹത്തിലെ വിവിധ തലത്തിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ലൂണാർ മാനേജിംഗ് പാർട്ണറായ PK കുര്യൻ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ LC തലയനാട് മയിലാടൂർ കുടുംബാംഗമാണ്. മക്കൾ ഡോക്ടർ ജോമി കുര്യൻ, പരേതനായ ഡെന്നി, റോബി, റിനി ബാസ്റ്റിൻ, ഡീന ടോമി. മരുമക്കൾ ഡോക്ടർ ട്രീസ ജോമി പടയാട്ടിൽ, നിഷ ഡെന്നി തെക്കേൽ, പ്രിയ റോബി, ബാസ്റ്റിൻ ജോസഫ് കെട്ടുകപ്പള്ളിയിൽ, ടോമി മാത്യു എംബ്രയിൽ.